PR ശിവശങ്കർ. നോക്കൂ, ഞാൻ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനത്തിൻ്റെ അജണ്ടയെക്കുറിച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ വളർച്ചയെക്കുറിച്ച് വളരെയധികം വിഷമിക്കുന്ന ശ്രീ സേനാപതി അദ്ദേഹം മനസ്സിലാക്കേണ്ടത് 1985 ഡിസംബർ 28 ആണ് ഈ കോൺഗ്രസിൻ്റെ ഇദ്ദേഹം ഇന്ന് വിശ്വസിക്കുന്ന നാഷണൽ കോൺഗ്രസിൻ്റെ തുടക്കം എങ്കിലും 65 വർഷം കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ അതും ഒരു കുറ്റമായിട്ട് അദ്ദേഹം കാണൂ. ഇനി അതൊരു മറ്റൊരു കാര്യവും കൂടി, അത് സ്ഥാപിച്ച ആളുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഇന്നത്തെ സംഘടനയുടെ ആദ്യ രൂപം സ്ഥാപിച്ച AOQയും എന്നാളുടെ ഫോട്ടോ പോലും ഇവർക്ക്, സ്വന്തം സ്ഥാപകൻ്റെ ഫോട്ടോ പോലും വെക്കാൻ ഇപ്പോഴും ധൈര്യമില്ലാത്ത, അല്ലെങ്കിൽ വെക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് താങ്കളുടേതെന്ന് താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി BJP ഇവിടെ വളരുന്നുണ്ട്, അവരുടെ വളർച്ച പോരാ. അത് ശ്യാംബാബു പറഞ്ഞു, ഇതിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് BJP നിസ്സാര സമയം കൊണ്ട് അധികാരത്തിൽ വന്നതൊക്കെ പറഞ്ഞു. അത് കാരണം ഞങ്ങളുടെ വളർച്ചയെക്കുറിച്ച് താങ്കൾ വിഷമിപ്പിക്കേണ്ട, സ്വന്തം പാർട്ടിയിൽ സ്ഥാപകൻ്റെ ഫോട്ടോ വയ്ക്കുവാനെങ്കിലും താങ്കൾ ശക്തനാകൂ, തയ്യാറാകൂ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ട്, നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അത് വളരെ ജനകീയമാണ്, സാധാരണക്കാർക്ക് ഉപയോഗമുള്ളതാണ്. വർഗീയത വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അത് വികസനം, സുരക്ഷ, അതുപോലെ തന്നെ വിശ്വാസം, ഈ മൂന്ന് കാര്യത്തിലുമുള്ള നടക്കാത്തത് നടക്കും എന്നതാണ് ശ്യാം പറഞ്ഞതുപോലെ നടക്കാത്തത് നടക്കും എന്നുള്ള ഒരു ഐഡിയയാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞത് ഈ സംസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രത്തെ അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ തന്നെ ദ ബെസ്റ്റ് സിറ്റി ആക്കി മാറ്റും എന്ന് പറഞ്ഞു. ആരും താമസിക്കാൻ കൊതിക്കുന്ന ഒരു ബെസ്റ്റ് സിറ്റിയാക്കി മാറ്റും എന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തിൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു: വിശ്വാസം, അതുപോലെ തന്നെ സുരക്ഷ, വികസനം. വികസനത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല സേനാപതി രാജുവിന് പോലും വലിയ എതിരഭിപ്രായം ഉണ്ടാകുമെന്ന്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ രാജ്യത്തിൻ്റെ വികസനം എങ്ങനെയാണ് നടന്നത്. അതുപോലെ തന്നെ സേനാപതി രാജുവിൻ്റെ ഒരു അഖിലേന്ത്യാ നേതാവ് ദിസ് ഇന്ത്യൻ എക്കണോമി ഈസ് എ ഡെഡ് എക്കണോമി എന്ന് കുറച്ചാൾ മുമ്പാണ് പറഞ്ഞത്. അത് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സേനാപതി വേണു ദയവായി ക്ഷമിക്കണം. അപ്പോൾ ഒരു ഡെഡ് എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ താങ്കളുടെ നേതാവിനെ എനിക്ക് തോന്നുന്നില്ല താങ്കൾക്ക് ഒരു ഏറ്റവും ദുസ്വപ്നത്തിൽ പോലും അങ്ങേക്കത് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യ ഹാസ് ബീൻ ഡെവലപ്പിംഗ്, അതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള വികസനം കേരളത്തിലും കൊണ്ടുവരും എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ട്, സുരക്ഷയുടെ കാര്യം. നമുക്കറിയാം കലാപങ്ങളില്ലാത്ത ഒരു കാലഘട്ടമാണ് നടക്കുന്നത്. 2014 ഏതാണ്ട് 823 കലാപം നടന്നപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഏറ്റവും കുറവ്, ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് കഴിഞ്ഞ വർഷം ഏറ്റവും നടന്നത്, മണിപ്പൂർ അടക്കം ഏതാണ്ട് 49 കലാപങ്ങളെ നടന്നിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കലാപങ്ങളും അതുപോലെ തന്നെ വലിയ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളൊന്നുമില്ലാത്ത ഒരു കാലം വരുന്നു, സുരക്ഷയുടെ കാലം വരുന്നു, ബോംബ് സ്ഫോടനങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത വരുന്നു. പിന്നെ നോക്കൂ, അദ്ദേഹം മുന്നോട്ട് വെച്ച വലിയ 3 വികസനത്തിൻ്റെ പാത, എനിക്കതാണ് ഏറ്റവും മനോഹരമായി തോന്നിയത്. ഒന്ന്, PM സ്വാനിധിയുടെ ഉദ്ഘാടനം. പാവപ്പെട്ട തെരുവ് കച്ചവടക്കാർക്ക് ക്രെഡിറ്റ് കാർഡ്, ഒരുപക്ഷെ പണക്കാർക്ക് മാത്രമൊക്കെ പണ്ട് കിട്ടിയിരുന്ന ക്രെഡിറ്റ് കാർഡ് ഇന്ന് ഏറ്റവും പാവപ്പെട്ടവന് ക്രെഡിറ്റ് കാർഡായിട്ട് അവന് ചെറിയ ചെറിയ പണം ഇന്ന് ബാങ്കിൽ നിന്ന് നിക്ഷേപിക്കാതെ തന്നെ കടമായി കിട്ടുന്നു എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ നേട്ടമാണ്. നിങ്ങളെല്ലാം സ്ഥിരം കളിയാക്കുന്നത് മോദിയെയും അതുപോലെ തന്നെ BJPയും കളിയാക്കുന്നത് അത് പണക്കാരൻ്റെയും അദാനിയുടെയൊക്കെ ഒരു അംബാനിയുടെയൊക്കെ പാർട്ടിയാണെന്നാണ്. നോക്കൂ, വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ GDPയുടെ കാര്യം മാത്രമാണ് പറയാറുള്ളത്. എങ്ങനെയാണ് ട്രാക്ടറിൻ്റെ സെയിൽസ് കഴിഞ്ഞ 2014 വെറും 9 ലക്ഷമായിരുന്നത് ഇപ്പോൾ 18 ലക്ഷമായി കൂടിയത്? കർഷകർ വാങ്ങിക്കുന്നതുകൊണ്ടാണ്, അല്ലാണ്ടത് അദാനി അല്ലല്ലോ ട്രാക്ടർ വാങ്ങിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ 2 വീലറായാലും സാധാരണക്കാരൻ്റെ കാറായാലും എല്ലാം വലിയ രീതിയിൽ വിൽപ്പന നടക്കുന്നത് ഇന്ത്യയുടെ വികസനം, ഇന്ത്യയുടെ ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാവപ്പെട്ടവർക്കും ഈ തെരുവ് കച്ചവടക്കാർക്കും ഈ ബാങ്കിൽ നിന്ന് വലിയ രീതിയിൽ ക്രെഡിറ്റ് കിട്ടുന്നു. അവനാവശ്യമുള്ള 10,000-ഓ 50,000-ഓ തുക അവന് ക്രെഡിറ്റ് കിട്ടുന്ന PM സ്വാനിധി ക്രെഡിറ്റ് കാർഡ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തത് വലിയ നേട്ടമായി ഞാൻ കാണുന്നു. രണ്ടാമത്തെ കാര്യം, അമൃത് ഭാരത് എക്സ്പ്രസ്. എത്ര മനോഹരമായ സങ്കല്പമാണ്. സാധാരണക്കാരനും വലിയ സ്പീഡിൽ, നല്ല സ്പീഡിൽ തിരുവനന്തപുരത്തേക്ക് എത്തുവാൻ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മാംഗ്ലൂരിൽ നിന്നായാൽ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും തിരുവനന്തപുരത്തേക്ക് വരെ എത്തുവാനുള്ള ഒരു അതിവേഗ സ്പീഡ്, അതുപോലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള സ്പീഡുള്ള വില കുറഞ്ഞ ട്രെയിൻ സംവിധാനം വരുന്നു. ഇതെല്ലാം വലിയ നേട്ടമായിട്ട് കാണുന്നു. അതിനേക്കാൾ വലിയത് ഇന്ന് ജനങ്ങൾ അല്ലെങ്കിൽ ചാനൽ സംസാരിക്കാൻ മറ്റ് ചാനലുകൾ മറന്നതോ മറക്കാൻ ശ്രമിക്കുന്നതോ മറ്റ് രാഷ്ട്രീയക്കാർ
കാണാൻ ഇഷ്ടപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേഡിയോ സർജറി സെൻറ്റർ എന്നുള്ളൊരു സങ്കല്പമാണ്. നോക്കൂ, ഇന്ന് തെക്കേ ഇന്ത്യയിൽ നിംഹാൻസിൽ മാത്രമുള്ള ആ സെൻറ്റർ ഇന്ന് കേരളത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ളത് ഈ കേരളത്തിലെ പഞ്ചനക്ഷത്ര ആശുപത്രികളെ തകർക്കാൻ പോകുന്നതാണ്. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് വളരെയേറെ പണമുള്ള തമിഴ്നാട് സർക്കാരിന് പോലും കേരളത്തിൻ്റെ കാര്യം പോട്ടെ, ദാരിദ്ര്യമാണ്, കടമാണ് എന്ന് വിശ്വസിക്കാം. എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്ത് ഇത്രയും നാൾ വരാതിരുന്നത്? ഇന്ന് നോക്കൂ, ക്യാൻസർ അല്ലാത്ത ചെറിയ ട്യൂമറുകൾക്കുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ റേഡിയോ സെൻറ്റർ, സർജറി സെൻറ്റർ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നാൽ അതിൻ്റെ ഗുണം മുഴുവൻ മലയാളികൾക്ക് കിട്ടും, ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് കിട്ടും. ശരീരത്തിൻ്റെ എവിടെയുമുള്ള ട്യൂമറുകൾ, പ്രത്യേകിച്ച് തലച്ചോറിലൊക്കെ ട്യൂമറിനെ വളരെ കൃത്യമായി ചികിത്സിക്കുവാൻ, മറ്റു കോശങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ചികിത്സിക്കുവാനായിട്ടുള്ള ചികിത്സ നിംഹാൻസിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ തെക്കേ ഇന്ത്യയിൽ ഇന്ന് കേരളത്തിലേക്ക് വരുന്നു, തിരുവനന്തപുരത്ത് വരുന്നു. ഈ ട്രെയിനിലൂടെ മറ്റുള്ള സാധാരണ രോഗികൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ചികിത്സിച്ച് പോകാം, 30-40 ദിവസം കടന്ന ചികിത്സ. ഇതെല്ലാമാണ് കാണേണ്ടത്, ഇതെല്ലാമാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്ക് ഇത്തരത്തിലുള്ള മരുന്നിൻ്റെ കാര്യത്തിലായാലും അസുഖത്തിൻ്റെ ചികിത്സയുടെ കാര്യത്തിലും യാത്രയുടെ കാര്യത്തിലും എല്ലാം വലിയ രീതിയിലുള്ള വികസനം കൊണ്ടുവരുന്നു. അപ്പോഴാണ് ഇവിടെ ഈ ലീഗിൻ്റെ വർഗീയത എത്രത്തോളമുണ്ട്. നേരത്തെ ഒരു CPM-ൻ്റെ നേതാവ് അന്വേഷിച്ചു പോയാൽ, തീവ്രത അന്വേഷിച്ചു പോയാലേ, ഇപ്പോൾ കോൺഗ്രസ്സുകാർ അന്വേഷിക്കുന്നത് മുസ്ലിം ലീഗിൽ എത്ര വർഗീയതയുണ്ടെന്നാണ്. എത്ര ഉദാഹരണങ്ങൾ. കുറച്ചുകൂടി ഇപ്പോൾ കടന്നുകൊണ്ട് ഷാജി അടക്കമുള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നാക്കുകളായി അവരുടെ മൗത്ത് ഓർഗനായി മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ സത്യം. മതമാണ് പ്രശ്നം എന്ന് പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നു. അവിടെ നിങ്ങൾക്ക് വർഗീയത കാണുന്നില്ലേ? അതൊരു BJP നേതാവാണ് പറഞ്ഞിരുന്നെങ്കിലോ ഞങ്ങൾക്ക് പ്രശ്നം. ഇന്നിവിടെ ഞാൻ പറയുകയാണ്, ഹൈന്ദവ മതമാണ് പ്രശ്നം, സംസ്കാരമൊന്നുമല്ല, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക? പക്ഷേ നിങ്ങൾ എന്താ പറയുക, ഒരു ശക്തി ഇല്ലാതായിരിക്കുന്നു ലീഗിനെ എതിർക്കുവാനോ ലീഗിൻ്റെ ഈ വർഗീയ മതപ്രീണന രാഷ്ട്രീയത്തെ, ലീഗിൻ്റെ പോലുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര മുസ്ലിം ആശയത്തെ എതിർക്കുവാനോ അതിനെ അംഗീകരിക്കാതിരിക്കുവാനോ നിങ്ങൾക്ക് സാധ്യമല്ല. ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമല്ല. കാരണം UDF-നെയും അതല്ല കോൺഗ്രസിനെയും പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിയുടെ മത തീവ്രവാദ രാഷ്ട്രം പൂർണ്ണമായി അടിച്ചമർത്തിയിരിക്കുന്നു, നിയന്ത്രിക്കുന്നു. അത് ലീഗിലൂടെ മാത്രമല്ലല്ലോ. നമുക്കറിയാം കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്ക് ഒമാനിൽ നിന്നും തുർക്കിയിൽ നിന്നും വലിയ ഫണ്ടുകൾ, അത് മുഴുവൻ നിയന്ത്രിക്കുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെയാണ്. കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഇന്ന് അതിൽ വളരെ ദുഃഖിതരാണ്. പക്ഷേ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ലീഗ് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിലും INL പൂർണ്ണമായും വർഗീയവാദത്തിനും ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാണ് INL ഉണ്ടായത്. അവിടെയും CPM-ഉം ഈ വർഗീയ പാർട്ടികളുടെ കൂടെ നിൽക്കുന്നു. ഇതാണ് കേരളത്തിനെ. അതുപോലെ തന്നെ മാവോയിസ്റ്റ്, നിങ്ങൾ പറയുന്നു മാവോയിസ്റ്റുകളെ നിങ്ങൾ പണ്ട് കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എതിർത്തിട്ടുണ്ടെന്ന്. നിങ്ങൾ എതിർത്ത പലരെയും നെഹ്റു ചത്ത കുതിരയെന്നാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ ഇന്ന് അവരുടെ കൂടെയാണ്. അതുകൊണ്ട് ലീഗിനെയും മാത്രമല്ല മാവോയിസ്റ്റുകളെയും കൂടെ നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഈ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റുകളെ കൂടെ നിർത്തിക്കൊണ്ട്, മത തീവ്രവാദികളെ കൂടെ നിർത്തിക്കൊണ്ട് മുഴുവൻ രാജ്യത്തിനെതിരെയുള്ള വലിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇത്രയേറെ ഫണ്ട് ഇറക്കുന്നത്. ഒരു സംശയവുമില്ല. അതുകൊണ്ട് മത തീവ്രവാദികൾ, മാവോയിസ്റ്റുകൾ, അതുപോലെ തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇതുകൂടി നിങ്ങൾക്ക് ശക്തമായ പിന്തുണയുണ്ട്. ഒരൊറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ശബരിമലയിലെ കൊള്ളയുടെ ഈ പണം അല്ലെങ്കിൽ ആ സ്വർണം അത് പോയത് അത് ഇറ്റലിയിലേക്കാണെങ്കിലും തുർക്കിയിലേക്കാണെങ്കിലും ഒരു സംശയവുമില്ല. EDയുടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അത് നിങ്ങളിലേക്കും വരും. ഉണ്ടെങ്കിൽ ഒരു സംശയവുമില്ല. ബെല്ലാരിയിലെ സുഹൃത്തുക്കൾ ജ്വല്ലറി, നിങ്ങളുടെ ആ സോണിയാഗാന്ധി അവിടെ മത്സരിക്കുന്ന കാലം തൊട്ട്, ബെല്ലാരിയിൽ മത്സരിച്ച കാലഘട്ടം തുടൽ അവിടുത്തെ സുഹൃത്തുക്കളായിരുന്ന ജ്വല്ലറി ഉടമകളാണത് വിറ്റതെങ്കിൽ ആ സ്വർണം ഇറ്റലിയിലേക്കോ തുർക്കിയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ED ആയാലും CBI ആയാലും SITക്ക് അത് അന്വേഷിക്കാനുള്ള മറ്റുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ED അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ഇറ്റലിയിലേക്കോ തുർക്കിയിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ബെല്ലാരി ഉടമകളുടെ വീട്ടിൽ നിന്ന് അത് 10 ജൻപത്തിലേക്കും അവിടെ നിന്ന് ഇറ്റലിയിലേക്കും പോയിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്.